സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴയ്ക്ക് സാധ്യത രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഏതാനും ദിവസം സംസ്ഥാനം മുഴുക്കെ വരണ്ട കാലാവസ്ഥയായിരുന്നു. ഒരു ജില്ലയിലും ഗ്രീൻ അലർട്ട് പോലും നിലവിലില്ലായിരുന്നു. എന്നാൽ ഇന്നു മുതൽ വീണ്ടും ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. തെക്കൻ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. നാളെ മുതൽ കൂടുതൽ ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് പ്രവചനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ 6 ജില്ലകളിൽ ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ കൂടുതൽ ജില്ലകളിൽ മഴ സജീവമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് പുലർച്ചെ വിവിധയിടങ്ങളിൽ ശക്തമായ തണുപ്പ് തുടരുകയാണ്. പ്രധാനമായും വടക്കൻ ജില്ലകളിലും മറ്റ് ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലുമാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നത്. വയനാട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശത്തും ഇടുക്കി ജില്ലയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തും കാസർഗോഡ് ജില്ലയുടെ ചുരുക്കം കിഴക്കൻ മേഖലയിലുമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 11 ഡിഗ്രിക്കും 15 ഡിഗ്രിക്കും ഇടയിലാണ് താപനില. തുലാവർഷം വിടവാങ്ങാൻ വൈകിയതോടുകൂടി ശക്തമായ തണുപ്പ് ജനുവരിയിലും തുടരും. വരും ദിവസങ്ങളിലും തണുപ്പിന്റെ ശക്തി കൂടുതൽ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.